ഒരാൾ തീ പിടിക്കുന്ന വാതകമാണെങ്കിൽ ഒരാൾ തീ കത്താൻ സഹായിക്കുന്ന വാതകമാണ് അല്ലെ. കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു അല്ലെ. 7ാം ക്ലാസ് ആണ് അടിസ്ഥാന യോഗ്യതയെങ്കിലും PG വരെ പഠിച്ചവർക്കും അല്ലെങ്കിൽ ഏതൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് LGS. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. ഡിസംബർ 3 അവസാന തീയതി. നിങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ്റെ അനുസരിച്ച് എന്താണ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ പഠിച്ചു തുടങ്ങിയവരും പഠിച്ചു തുടങ്ങാത്തവരും പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചവരും ഒരുപാട് പേരുണ്ട്. ഇനി ചിലരാകട്ടെ എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, SCERT എടുക്കണോ, NCERT എടുക്കണോ, ഇനി ഏതെങ്കിലും റാങ്ക് ഫയൽ എടുത്താൽ മതിയോ എന്നിങ്ങനെയുള്ള കൺഫ്യൂഷൻസിൽ ഇരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾ വന്നിട്ടുള്ള കമൻറ്റ് ചെയ്യൽ SCERT ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, ഇനി സിലബസിൽ ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഞാൻ ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചാൽ മതിയോ, ഏത് പബ്ലിക്കേഷനാണ് നല്ലത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ സിലബസിനെ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. ഏതൊക്കെ ഏരിയാസിന് നിങ്ങൾ ഫോക്കസ് കൊടുക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഇൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞു കമ്പനി ബോർഡ് LGSന്റെ ഒരു ഫോക്കസ് ഏരിയാസ് ഉറപ്പായിട്ടും പറയാം. പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ അത് റാങ്ക് ഫയൽ വെച്ചോ SCERT ടെക്സ്റ്റ് ബുക്ക് വെച്ചോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ ഈ ടോപ്പിക്കുകളെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മറ്റുള്ളതിലേക്ക് പോവുക. കാരണം ഒരു 80% എബോ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകൾ മാത്രം മതിയാകും. സോ നമുക്ക് ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകളെന്ന് നോക്കാം. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സൂപ്പർ 10 ഒരു ആഡ് ഓൺ സംഭവം കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോയുടെ അവസാനമായിരിക്കും, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഈ നമ്മൾ പറയുന്ന എല്ലാ ടോപ്പിക്സിൻ്റെയും നോട്ടുകൾ നിങ്ങൾക്ക് ഈ വീഡിയോടൊപ്പം ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേര് ചോദിക്കുന്നുണ്ടാകും. ആ പേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേരും ഫോൺ നമ്പറും ചോദിക്കുന്നുണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് അവൈലബിൾ ആവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകൾ എന്ന്. ആദ്യം നമുക്ക് ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ത്യ ചരിത്രത്തിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് 1857 വിപ്ലവം, 1ാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപായി ലഹള എന്തായാലും നോക്കണം. ഓരോ ഭാഗങ്ങളിൽ നിന്നും ഓരോ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ആരൊക്കെ വിപ്ലവം നയിച്ചു എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കണം. അത് SCERT ബേസ്ഡ് ആയിട്ട് തന്നെ നോക്കണം കേട്ടോ. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആരംഭം, വിവിധ സമ്മേളനങ്ങൾ, അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ. നമ്മളൊരു LGS LDC ലെവലിലുള്ള ചോദ്യ പേപ്പറുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഗാന്ധിജി ഇല്ലാത്ത ഒറ്റ ചോദ്യ പേപ്പർ പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങളെക്കുറിച്ച് പഠിക്കണം, നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കണം, സിവിൽ ഡിസോബീഡിയൻസ് അല്ലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിക്കണം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ പറ്റി പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യ ചരിത്രത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇത് പഠിച്ചതിന് ശേഷം മാത്രം, ഇപ്പം നിങ്ങൾ പഠിക്കാനായിട്ട് റാങ്ക് ഫയൽ എടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബുക്കുകൾ റെഫറൻസ് ഗ്രന്ഥങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടാവാം. ഇതെടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഈ ടോപ്പിക്കുകളെ നോട്ട് ചെയ്ത് വെച്ച് ഇത് പഠിക്കുക, അതിനുശേഷം മറ്റുള്ളതിലേക്ക് പോവുക. ട്രസ്റ്റ് മീ, ഈ ടോപ്പിക്കുകൾ പഠിച്ചാൽ ആദ്യം പറഞ്ഞതുപോലെ 80%-ലധികം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കും ഫോർ ഷുവർ. ഓക്കെ, അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് ഈ ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ടോപ്പിക്കുകളൊക്കെ പഠിക്കുക. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അല്ലെ, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചവത്സര പദ്ധതികൾ. ഏതൊക്കെ പഞ്ചവത്സര പദ്ധതികൾ, ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നീട് യുദ്ധങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടായ യുദ്ധങ്ങൾ, കാർഗിൽ യുദ്ധം, ഇൻഡോ പാക് യുദ്ധം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത് വർഷമടക്കം പറയുന്നുണ്ട്. 1962, 65, 71 കാർഗിൽ യുദ്ധം തുടങ്ങിയിട്ടുള്ള യുദ്ധങ്ങളെല്ലാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഫേസ് ചെയ്ത യുദ്ധങ്ങൾ. പിന്നെ സംസ്ഥാന പുനഃസംഘടന, ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല എന്നാലും പറയുകയാണ്, റീസെന്റ് നമ്മൾ ചോദ്യ പേപ്പറുകളിലൊക്കെ കണ്ടൊരു കാര്യമാണ് സംസ്ഥാന പുനഃസംഘടന. അതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് സംസ്ഥാന പുനഃസംഘടന കമ്മീഷനെ കുറിച്ചാണ്. ജസ്റ്റിസ് ഫസൽ അലി, പണ്ഡിറ്റ് കുൻസ്രു തുടങ്ങിയവരൊക്കെ നേതൃത്വം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കണം, എന്തായാലും പഠിക്കണം. പിന്നെ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ നേട്ടങ്ങൾ, വ്യവസായീകരണം, ഗ്രീൻ റവല്യൂഷൻ, അതുപോലെ ശാസ്ത്ര സാങ്കേതിക പുരോഗതികളെ കുറിച്ചും നമ്മൾ ആ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക്കുകളൊക്കെ അവിടെ ആദ്യം പഠിക്കുക. അടുത്തത് ഇന്ത്യൻ ഭരണഘടന. ഭരണഘടനയിൽ നിങ്ങൾ എന്തിനെയൊക്കെ കുറിച്ച് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അഫ്കോഴ്സ് നമ്മൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് പഠിക്കണം,
മൗലിക കടമകളെയും കുറിച്ച് പഠിക്കണം, അതിന്റെ വിശേഷണങ്ങൾ. വെറുതെ മൗലിക കടമകളെ കുറിച്ചും വെറുതെ ഇത്ര മൗലിക അവകാശങ്ങളുണ്ട് അത് ഇന്നതൊക്കെയാണ് എന്ന് മാത്രമല്ല പഠിക്കേണ്ടത്, ഇതിന്റെയൊക്കെ വിശേഷണങ്ങളെ കുറിച്ചും നിങ്ങൾ പഠിക്കണം. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പഠിക്കണം. പിന്നെ ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇതിനുള്ളിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ, ഇപ്പൊ വിദ്യാഭ്യാസം ഏതാണ്, ആരോഗ്യരംഗം എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർ, ഈ 3 പേരുടെയും അധികാരങ്ങളെ പറ്റി പഠിക്കണം, നിർബന്ധമാണ്, ചോദ്യം വരും. പാർലമെന്റിന്റെ ഘടനയെ പറ്റി പഠിക്കണം. സുപ്രീം കോടതി, ഹൈക്കോടതി, അവിടുത്തെ ചീഫ് ജസ്റ്റിസുമാർ, അതിന്റെ ഘടന, പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കണം. അടിയന്തരാവസ്ഥയെ കുറിച്ച് പഠിക്കണം. ഭേദഗതികൾ പ്രത്യേകിച്ച് ആലോചിക്കുക. ഭേദഗതികൾക്കകത്ത് നമ്മൾ 42, 43, 71, 72 തുടങ്ങിയിട്ടുള്ള ഭേദഗതികൾ ഇമ്പോർട്ടന്റ് ആണ്, അതും ആലോചിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഭേദഗതികളും അടിയന്തരാവസ്ഥ, സുപ്രീം കോടതി, ഹൈക്കോടതി, പാർലമെന്റിന്റെ ഘടന, രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ഗവർണർമാരുടെയും അധികാരങ്ങൾ എന്തൊക്കെയാണ്, ലിസ്റ്റുകളെ പറ്റി, നിർദ്ദേശക തത്വങ്ങളെ പറ്റി, മൗലിക കടമകളും മൗലിക അവകാശങ്ങളും, ഇത്രയും കാര്യങ്ങൾക്കാണ് ഇനീഷ്യൽ ഫോക്കസ് നിങ്ങൾ എവിടെ കൊടുക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടനയിൽ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തില് എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കണം? തീർച്ചയായിട്ടും ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, അക്ഷാംശ, രേഖാംശ, സ്ഥാനമൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങള്, അതിർത്തികളെ കുറിച്ചും അതിർത്തി രാജ്യങ്ങളെ കുറിച്ചും പഠിക്കണം. അതുപോലെ ഋതുക്കളെ പറ്റി, ഇന്ത്യയിലെ ഋതുക്കളെ പറ്റി പഠിക്കണം. നമ്മുടെ ബേസിക് ജോഗ്രഫിയുമായിട്ട് കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണ് ഇന്ത്യയിലെ ഋതുക്കൾ. പ്രത്യേകിച്ചും മൺസൂൺ കാലഘട്ടത്തെ പറ്റിയിട്ട് ചോദ്യം വരാറുണ്ട്. മണ്ണിനങ്ങളെ പറ്റി ചോദ്യം വരാറുണ്ട്. ഇന്ത്യയിലെ മണ്ണിനങ്ങൾ, ഓരോ മണ്ണിനങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള കാർഷിക വിളകൾ, ഇതൊക്കെ ഓർത്തു വെക്കണം കേട്ടോ. പിന്നെ നദികൾ, അവയുടെ പോഷക നദികൾ, നദികളിലുള്ള ജലപദ്ധതികൾ, ജലവൈദ്യുത പദ്ധതിയാകാം, ഡാമുകളാവാം, ജലസേചന സൗകര്യം, ഇങ്ങനെയൊക്കെ ഇതൊക്കെ നദികളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതും ആലോചിക്കുക. അപ്പം ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുക്കേണ്ട ടോപ്പിക്കുകൾ, ഫോക്കസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഈ ടോപ്പിക്കുകളുടെ എല്ലാം നോട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോടൊപ്പം നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അത് രണ്ടും കൊടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ ഒരു നീല ടാബ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു ഭാഗത്തേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്ത എല്ലാ ടോപ്പിക്കുകളുടെയും നോട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാം. ഓക്കെ, നമ്മളപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി, ഭരണഘടന, അതുപോലെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഫോക്കസ് ഏരിയാസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തതാണ് കേരള ഭൂമിശാസ്ത്രം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് LGSനെ സംബന്ധിച്ചിടത്തോളം. കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന് പ്രധാന നദികളെ കുറിച്ച്, കേരളത്തിന്റെ ഭൂപ്രകൃതി അടിസ്ഥാന വിവരങ്ങൾ എന്തായാലും നമ്മൾ നോക്കണം. അതുകൂടാതെ പ്രധാന നദികളെക്കുറിച്ച്, പ്രധാനപ്പെട്ട കായലുകളെക്കുറിച്ച്, ഡാമുകളെക്കുറിച്ചും ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചും നിർബന്ധമായിട്ടും ചോദ്യം വരുന്ന ഏരിയാസ്. ഇനി ഒരു കാര്യം നേരത്തെ തന്നെ പറയാണ്, ഇതിനകത്തുനിന്ന് ദയവ് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പോവരുത് കേട്ടോ. ഇനി ഇതിനകത്തുനിന്നും വെട്ടിച്ചുരുക്കാനായിട്ട് പറ്റത്തില്ല. വലിയൊരു സിലബസിൽ നിന്നും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഭാഗങ്ങളെയാണ് എടുത്ത് ഈ പറയുന്നത്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ലിസ്റ്റിൽ കയറാൻ ആഗ്രഹമുള്ള ഒരാള്, ജോലി കിട്ടണമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാള് ഇതെന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ഇനി ഭൂപ്രകൃതി, കേരളത്തിന്റെ ഭൂപ്രകൃതി, നമ്മൾ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയുള്ള വിഭജനം, അവിടെ കൃഷി ചെയ്യുന്ന വ്യത്യസ്ത കാർഷിക വിളകൾ, ജനജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. അവിടെ കാണുന്ന മണ്ണിനങ്ങൾ, ഇതൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ ജില്ലകളെ കുറിച്ച്, ഇപ്പൊ കേരളത്തിലെ 14 ജില്ലകളുടെയും അടിസ്ഥാന വിവരങ്ങൾ നമ്മൾ പഠിക്കണം. ഓരോ ജില്ലയിലും വലിയ ജില്ല ഏത്, ചെറിയ ജില്ല ഏത്, അത് നമുക്ക് അറിയാവുന്നതാണ്. അത് കൂടാതെ ഇപ്പൊ ജനസാന്ദ്രത കൂടിയ ജില്ല, ജനസാന്ദ്രത കുറഞ്ഞ ജില്ല, അങ്ങനെ ഓരോ ജില്ലകളിലും ഉള്ള പ്രത്യേകതകൾ, പല പ്രത്യേകതകളിലും വലിപ്പ ചെറുപ്പം അർഹിക്കുന്ന ജില്ലകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ വലുത് ചെറുത് എന്നുള്ള രീതിയിൽ പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് പുകയില വിമുക്ത ജില്ല അല്ലെ, അല്ലെങ്കിൽ നമ്മളെന്താ ലഹരി വിരുദ്ധ ജില്ല. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് അതിദാരിദ്ര്യ വിമുക്തമായിട്ട് കേരളത്തെ നമ്മൾ പ്രഖ്യാപിച്ചു അല്ലേ. അപ്പൊ അതിദാരിദ്ര്യ വിമുക്ത ജില്ല ഏത്, അതിദാരിദ്ര്യ വിമുക്ത നഗരസഭ ഏത്, പഞ്ചായത്ത് ഏത്, ഇങ്ങനെയുള്ള മുനിസിപ്പാലിറ്റി ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ റീസെന്റ് ന്യൂസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് ശരിക്കും കറണ്ട് അഫെയറിനകത്തൂടെ വരുന്നതാണ്. ഈ ടോപ്പിക്കുകൾക്കകത്തൊക്കെയുള്ള കറണ്ട് അഫെയറുകളെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ വേണം പോകാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളെ കുറിച്ച്, പിന്നെ
വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും നിർബന്ധമായിട്ടും ചോദ്യം വരുന്ന ഏരിയയാണ്. പിന്നെ കേരളത്തിലെ പ്രമുഖ പദ്ധതികളും സ്ഥാപനങ്ങളും, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് IT മിഷൻ, അതുപോലെ കുടുംബശ്രീ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെ പറ്റിയും പദ്ധതികളെ പറ്റിയിട്ടും, അതുപോലെ ആരോഗ്യ കേരളം തുടങ്ങിയിട്ടുള്ള പദ്ധതികളുണ്ടല്ലോ ഗവൺമെന്റിന്റെ, ഇങ്ങനെയുള്ള പദ്ധതികളെ പറ്റിയിട്ടൊക്കെ എന്തായാലും നിങ്ങൾ ചോദ്യമായിട്ട് വരുമെന്ന് ആലോചിച്ചോളാം. അപ്പോൾ ഇതൊക്കെയാണ് കേരള ഭൂമിശാസ്ത്രം അതുപോലെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുള്ള സംഭവങ്ങൾ. ഇനി നോക്കിക്കേ, കേരളീയ കലാരൂപങ്ങൾ. നമ്മളിവിടെ കേരള ഭൂമിശാസ്ത്രം മാത്രമല്ല, കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നോക്കുന്നുണ്ട്. കേരളത്തിലെ കലാരൂപങ്ങളെ കുറിച്ച്, അത് കഥകളി, കൂടിയാട്ടം, പടയണി, മുടിയേറ്റ്, നമ്മുടെ നാടൻ കലാരൂപങ്ങൾ, തെയ്യം, ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ കേരളത്തിലെ കായിക രംഗം, പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളെ കുറിച്ചും അതിന് അർഹരായ വ്യക്തികളെ കുറിച്ച്, കായിക രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെ കുറിച്ചൊക്കെ നമുക്ക് ചോദ്യം വരാവുന്നതാണ്. ഇനി നവോത്ഥാന നേതാക്കൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ നവോത്ഥാന നേതാക്കളുടെ കേസിൽ ആരെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ഇപ്പം നമുക്കൊരു LDC ലെവലാണെങ്കിൽ അവിടെ ശ്രീനാരായണ ഗുരുവിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നെങ്കിൽ, നമ്മൾ LGSലേക്ക് വരുമ്പോൾ റീസെൻ്റ്ലി ഒരു ട്രെൻഡ് കണ്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യാ വൈകുണ്ഠ സ്വാമികളും ചട്ടമ്പി സ്വാമികളും, ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെയോ അല്ലെങ്കിൽ പൊയ്കയിൽ കുമാര ഗുരുദേവനെയോ പണ്ഡിറ്റ് KP കറുപ്പനെയോ തൈക്കാടയ്യെയോ ഒന്നും പഠിക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ സമീപകാലത്ത് നമ്മൾ കണ്ട ചോദ്യ പേപ്പറുകളിലെ ട്രെൻഡ് അനുസരിച്ച് ഇവർ രണ്ടുപേരും നിർബന്ധമായിട്ടും ചോദ്യം വരുന്ന ഏരിയയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകങ്ങളെ പറ്റിയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകളെ കുറിച്ച് ചോദ്യം വരാറുണ്ട്. അദ്ദേഹം കുറെ അധികം സംഘടനകൾ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിനെപ്പറ്റി ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇവിടെ വൈകുണ്ഠ സ്വാമികളൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. അത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. നമ്മൾ അടുത്തിടെയുള്ള ചോദ്യ പേപ്പറുകളിലൊക്കെ ആ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി കേരള ചരിത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, കേരള ചരിത്രത്തിൽ സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കൊടുക്കേണ്ട 2 ടോപ്പിക്കുകളാണ്. ഒന്ന് ഉപ്പു സത്യാഗ്രഹം എന്ന് പറയുന്നത്, 2 മാർത്താണ്ഡവർമ്മ. നമ്മൾ തിരുവിതാംകൂർ രാജചരിത്രം പഠിക്കുമ്പോൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹം നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായങ്ങൾ തുടങ്ങിയിട്ടുള്ളവയെല്ലാം നിർബന്ധമായിട്ടും ചോദ്യം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു റെഫറൻസ് ടെക്സ്റ്റ് ഉപയോഗിക്കാം. PSC സമീപകാലത്ത് നടത്തിയ പരീക്ഷകളിലൊക്കെ മാർത്താണ്ഡവർമ്മയെ പറ്റി അല്ലെങ്കിൽ കേരള ചരിത്രം എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഏറ്റവും കൂടുതൽ റെഫറൻസ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് A. ശ്രീധരമേനോന്റെ, നിങ്ങൾക്ക് അറിയായിരിക്കും, പ്രൊഫസർ A. ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകം നിർബന്ധമായിട്ട് നമുക്കൊന്ന് വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. നിങ്ങൾക്ക് ഒരു റെഫറൻസ് പുസ്തകം എന്ന പേരിൽ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ് പ്രൊഫസർ A. ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന. കേരള ചരിത്രവും കേരള സംസ്കാരവും ഉണ്ട്. അതിൽ കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകം, മാർത്താണ്ഡവർമ്മയെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ PSC അതേപടി എടുത്തിട്ടുള്ളത് ഈ പുസ്തകത്തിൽ നിന്നാണ്. അതേപടി ഡിക്റ്റോ സാധനമാണ് എടുത്ത് നമുക്ക് ചോദ്യ പേപ്പറിൽ തന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അതും നോക്കാവുന്നതാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മ, കേരള ചരിത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാർത്താണ്ഡവർമ്മ എന്നൊക്കെ നോക്കി തന്നെ പോകണം, ചോദ്യം വരും. ഇനി കറണ്ട് അഫെയർ അല്ലെ, 10 മാർക്കിനോളം കറണ്ട് അഫെയർ ചോദിക്കുന്നുണ്ട്. കറണ്ട് അഫെയറിൽ നിങ്ങൾ എന്തൊക്കെ പ്രാധാന്യം കൊടുക്കണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് കേരള സർക്കാർ എന്തൊക്കെ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നു, ദേശീയവും നമ്മൾ സംസ്ഥാനപരം ദേശീയം, ഇതിനായിരിക്കണം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അത് വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, ഇത് 3ഉമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളെ പറ്റി എന്തായാലും മനസ്സിലാക്കി വെക്കണം. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, ഈ 3 മേഖലകൾ. പിന്നെ G20 അതുപോലെ ISRO മിഷനുകളെ പറ്റി, പ്രത്യേകിച്ചും ചന്ദ്രയാൻ മിഷനുകളെ പറ്റിയും ആദിത്യ L1 ഇപ്പോഴും നമുക്ക് ചോദ്യമാണ്. അപ്പോൾ ചന്ദ്രയാനെ പറ്റി, ഇപ്പോൾ ചന്ദ്രയാൻ 5നെ പറ്റിയിട്ടൊക്കെയുള്ള വാർത്തകളൊക്കെ റീസെൻ്റ്ലി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി വെച്ചോളുക. ISRO മിഷൻസിനായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ആദിത്യയും ചന്ദ്രയാനും ഒക്കെ തന്നെയാണ്. പിന്നെ ദേശീയ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ, ഇപ്പോൾ നമുക്ക് ഓസ്കാർ വന്നു അല്ലേ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നൊബേൽ പ്രൈസ് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ, ഇപ്പോൾ പത്മ പുരസ്കാരങ്ങൾ വരും അല്ലേ, ജനുവരിയിലേക്ക് ആകുമ്പോഴത്തേക്കും പത്മ പുരസ്കാരങ്ങൾ വീണ്ടും വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുക. എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ലാസ്റ്റ് 1 ഇയറിൻ്റെ കറണ്ട് അഫെയർ നിങ്ങൾക്ക് കാണാപ്പാഠമായിരിക്കണം. ഈ ഒരു പാരാമീറ്റേഴ്സ് വെച്ചിട്ട് കേരളത്തിലെ അതുപോലെ ദേശീയ പ്രാധാന്യമുള്ള പദ്ധതികളെ പറ്റി, അവാർഡുകളെ പറ്റിയൊക്കെ നിങ്ങൾ ഓർത്തു വെച്ചോളുക.
ഇനി ജീവശാസ്ത്രം അല്ലെ, ബയോളജിയുടെ ഭാഗത്ത് നിന്ന് നോക്കേണ്ടത് മനുഷ്യ ശരീരവും ഭാഗങ്ങളും, പ്രത്യേകിച്ച് കണ്ണ്, തലച്ചോറ്. കണ്ണും തലച്ചോറും മിക്കപ്പോഴും ചോദ്യമായിട്ട് വരുന്ന ശരീരഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ചെവി അത്ര കണ്ടിട്ടില്ലെങ്കിലും കണ്ണും തലച്ചോറും, തലച്ചോറിന്റെ ഭാഗങ്ങൾ, സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്, തലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഇതിന്റെ ഒക്കെ ധർമ്മങ്ങൾ എന്താണ് എന്നുള്ളത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്, ചോദ്യം വരുന്നതാണ്. അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനം, നമ്മുടെ റിഫ്ലെക്സ് സിസ്റ്റത്തെ പറ്റി, അവിടെയാണ് സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും റിഫ്ലെക്സ് പ്രവർത്തനങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക് ഒക്കെ എപ്പോഴും പഠിച്ചു വെക്കണം. 10ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്ക്, SCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചാൽ നമുക്കത് പഠിക്കാനായിട്ട് പറ്റും. ഇനി പോഷകാഹാരത്തെ കുറിച്ച്, അതായത് നമ്മുടെ ന്യൂട്രിയൻസിനെ കുറിച്ച് അല്ലെ, കാർബോഹൈഡ്രേറ്റും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ചേരുന്നതിനെ കുറിച്ച്, അതിനെക്കുറിച്ച് പഠിക്കണം. പ്രധാനപ്പെട്ട വിറ്റമിനുകൾ, അത് കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെ, ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെ. ഇനിയോ ഈ വിറ്റമിനുകളുടെയും ധാതുക്കളുടെയും ഒക്കെ അപര്യാപ്തത മൂലം നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, അപര്യാപ്തത രോഗങ്ങളെ പറ്റി പഠിക്കണം. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ, നമ്മളൊരു 6ാം ക്ലാസ് മുതലുള്ള SCERT ടെക്സ്റ്റ് ബുക്ക് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ, അവയുടെ സങ്കര ഇനങ്ങൾ, ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നമ്മൾ ഈ ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ, പിന്നെ നമ്മൾ നേരത്തെ കേരള ഭൂമിശാസ്ത്രത്തിൽ പറഞ്ഞ ദേശീയ ഉദ്യാനങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെയും കുറച്ചൊക്കെ ഒന്ന് നമ്മൾ മിക്സപ്പ് ചെയ്ത് വരുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് ജീവശാസ്ത്രത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഇനി ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർത്തിട്ട് എന്തൊക്കെ നോക്കണം? ഒബ്വിയസ്ലി ആറ്റത്തിന്റെ ഘടന, പ്രധാനപ്പെട്ട അറ്റോമിക് സ്ട്രക്ചേഴ്സ്, JJ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ നോക്കണം, റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ, സൗരയൂഥ മാതൃക നോക്കണം, ബോറിന്റെ ബോറാറ്റം മോഡൽ നോക്കണം, അല്ലേ? അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ, അത് നമുക്കിപ്പോൾ ഷെൽ കോൺഫിഗറേഷൻ അല്ലെ, നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. അറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണ്, ഇലക്ട്രോണ്, ന്യൂട്രോണ്, പ്രോട്ടോണ്, ഇവരുടെയൊക്കെ എണ്ണം എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. മൂലകങ്ങളും അവയുടെ വർഗീകരണവും അല്ലെ, ആരാണ് ആൽക്കലി മെറ്റലുകൾ, ആരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റലുകൾ, S ബ്ലോക്ക് ആരാണ്, P ബ്ലോക്ക് ആരാണ്, Dയും Fഉം ആരാണ്, സംക്രമണ മൂലകങ്ങൾ ആരാണ്, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെ മൂലകങ്ങളുടെ എല്ലാം വർഗീകരണത്തെ പറ്റിയിട്ട് പഠിക്കണം. പിന്നെ ലോഹങ്ങളും അലോഹങ്ങളും. 10ാം ക്ലാസ്സിന്റെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും ചാപ്റ്ററുകളുണ്ട്. ആ ചാപ്റ്ററുകൾ വായിച്ചു പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പ്രധാനപ്പെട്ട ലോഹങ്ങൾ, ലോഹ നിഷ്കർഷണം എന്ന് പറയും, മെറ്റലർജി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പ്രധാനപ്പെട്ട ലോഹങ്ങൾ, അവയുടെ അയിരുകൾ, ധാതുക്കൾ, അയിരിനകത്തുനിന്ന് നമ്മൾ ധാതുവിൽ നിന്ന് അയിരിനെ, ഓറിനെ എങ്ങനെ വേർതിരിച്ചെടുക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹൈഡ്രജനും ഓക്സിജനും നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. ഒരാൾ തീ പിടിക്കുന്ന വാതകമാണെങ്കിൽ ഒരാൾ തീ കത്താൻ സഹായിക്കുന്ന വാതകമാണ് അല്ലെ. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ തീ പിടിക്കുന്ന വാതകമാണ്, ഓക്സിജൻ എന്ന് പറയുമ്പോൾ തീ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുക. പിന്നെ ഊർജത്തെ പറ്റി, ഇതിൻ്റെയൊക്കെ ഫിസിക്സിൽ നമ്മൾ യൂണിറ്റ്സും മെഷർമെന്റ്സും പഠിക്കണം. ഓരോ യൂണിറ്റുകളും അവയുടെ മെഷർമെന്റുകളെ പറ്റിയിട്ട്, അതിൻ്റെ എന്താ പറയുന്നത്, ആ മെഷർമെന്റുകളെയും യൂണിറ്റുകളെയും പറ്റി പഠിക്കണം. അപ്പോൾ ഊർജം, ചലനം, പ്രവൃത്തി, ബലം. ചലനത്തിൽ ന്യൂട്ടന്റെ ചലന നിയമങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. പ്രവൃത്തിയുടെയും ഊർജത്തിൻ്റെയും ഒക്കെ യൂണിറ്റിനെ പറ്റി, ബലത്തെ പറ്റി, ഇക്വേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇക്വേഷൻസിനെ പറ്റിയിട്ടും സാമാന്യ ധാരണ ഉണ്ടാവണം. പ്രകാശവും ശബ്ദവും, പ്രകാശത്തിനകത്ത് നമുക്ക് മിററുകളെ പറ്റി, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, ഇവയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ശബ്ദത്തിന്റെ കേസിലും ശബ്ദത്തിന്റെ തീവ്രത, വാക്വത്തിൽ എങ്ങനെ, ജലത്തിൽ എങ്ങനെ, ഖരത്തിൽ എങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കുക. പിന്നെ സൗരയൂഥത്തെ പറ്റിയിട്ടും ഓർത്ത് വെക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, റീസെന്റ് കണ്ടതാണ് ശനിയുടെ ചുറ്റുമുള്ള വലയം അല്ലെ. നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ് സൗരയൂഥത്തില് റിങ്ങുകൾ അല്ലെ, വലയങ്ങൾ ഉണ്ടായിരുന്ന ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ്. ഇപ്പൊ റീസെന്റ് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചു ശനിക്ക് ചുറ്റുമുള്ള വലയങ്ങൾ അപ്രത്യക്ഷമാകുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. പഴയ പോലെ അല്ല.
എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി കമ്മ്യൂണിറ്റി അല്ലെ, നമ്മുടെ പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മൾ നോക്കണം? സാംക്രമിക രോഗങ്ങളെ പറ്റിയും അത് പരത്തുന്ന രോഗാണുക്കളെ പറ്റിയും, കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റി നോക്കണം. ശുചിത്വത്തെക്കുറിച്ചും പ്രതിരോധ വാക്സിനുകളെ പറ്റിയും, ഓരോ അസുഖങ്ങളും അതിൻ്റെ പ്രതിരോധ വാക്സിനുകളെ പറ്റിയും നോക്കണം. പ്രത്യേകിച്ചും കോവിഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ, നിപ്പയെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോണം. നിപ്പയ്ക്കും കോവിഡിനും എതിരായിട്ടുള്ള പ്രതിരോധ സംവിധാനം കേരളത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതും അവിടെ ആലോചിക്കണം. അടുത്തതാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങളിൽ ഡയബറ്റിസിനെ പറ്റിയിട്ട്, പ്രമേഹത്തെ പറ്റിയിട്ട്, ടൈപ്പ് 1 ടൈപ്പ് 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആലോചിക്കുക. കുട്ടികളിൽ ഉണ്ടാകുന്ന ഡയബറ്റിസ് ഏതാണ്, ഇങ്ങനെയൊക്കെ ചോദ്യം വരാറുണ്ട് അല്ലേ. അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോ ടെൻഷൻ, ഇതിനെ പറ്റിയിട്ടും ഇതൊക്കെയാണ് ജീവിതശൈലിയിൽ ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, ഇപ്പൊ ധാരാളം പദ്ധതികൾ ഉണ്ടല്ലേ. അപ്പൊ അമൃതം പദ്ധതി ഉണ്ട്, മിഠായി, അടുത്തൊരു പരീക്ഷയിൽ ചോദിച്ചു മിഠായി എന്ന് പറയുന്ന പദ്ധതി അല്ലേ. അപ്പൊ ഇങ്ങനെ ഓരോ ആരോഗ്യക്ഷേമ പദ്ധതികളെ പറ്റിയിട്ടും നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെയാണ് ആലോചിക്കേണ്ടത്. ഇനി മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി അല്ലെ, ഒരു 10-20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ മെജോറിറ്റി എല്ലാ ടോപ്പിക്കുകൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ എന്നാലും അത് നമ്മുടെ സ്പീഡ്, നമ്മുടെ സ്കില്ല്, ഇതൊക്കെ അനുസരിച്ചിരിക്കും. സോ നിങ്ങൾ ഡെയിലി പഠിക്കുന്ന കൂട്ടത്തിൽ ഓരോരോ മാത്സ് ടോപ്പിക്കുകൾ പഠിച്ചു പോവുക. അപ്പോൾ കണക്ക് തീരെ അറിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മൾ ദിവസം പ്രതിയുള്ള ഒരു പ്രാക്ടീസിലൂടെ നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. സോ HCFും LCMും ലസാഗുവും ഉസാഖയും പഠിച്ചു വെക്കണം. ഭിന്നസംഖ്യകളുടെ ഒരു 4 മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഭിന്നസംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും പഠിച്ചു വെക്കുക. അതുപോലെ ദശാംശത്തെ കുറിച്ച് പഠിച്ചു വെക്കുക. ശതമാനവും അനുപാതവും, അതുപോലെ ശരാശരി, ലാഭനഷ്ട കണക്കുകൾ, പലിശ, അത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പഠിച്ചു വെക്കുക. സമയവും ദൂരവുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ, സമയവും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകൾ, ഇതൊക്കെ മാത്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ നോക്കി വെക്കേണ്ട പോർഷൻസ് ആണ്. അതുപോലെ മെന്റൽ എബിലിറ്റി, ഇനിയിപ്പോൾ മാനസിക ശേഷിയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ സംഖ്യയും അക്ഷര ശ്രേണികളെ, സീക്വൻസുകളെ പറ്റിയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. സമാന ബന്ധങ്ങളെ പറ്റി പഠിക്കണം. ഒറ്റയാനെ കണ്ടെത്തുന്നതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ, വാക്കുകളെ ക്രമീകരിക്കാൻ, നമ്മൾ ഓർഡർ ചെയ്യുന്നതിനെ പറ്റി പഠിക്കണം. അതുപോലെ കോഡിങ്ങും ഡീകോഡിങ്ങും പഠിക്കണം. സ്ഥാനനിർണ്ണയവും പിന്നെ വയസ്സ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ മിസ് ഇപ്പോൾ എല്ലാ ടോപ്പിക്കുകളും ഞങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ നമുക്ക് അവിടെ സ്കിപ്പ് ചെയ്യാനായിട്ട് അധികമൊന്നുമില്ല. കാര്യം 20 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിനെ അങ്ങ് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ റാങ്കും ചിലപ്പോൾ നിർണ്ണയിക്കുന്നത് ഇതിനകത്തു നിന്നുള്ള ഭാഗങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളെ ഡെയിലി പഠിക്കുന്ന കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പോവുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷും മലയാളം പോലുള്ള സബ്ജക്ട്സ് ഇവിടെ ഇല്ല നമുക്ക്. അപ്പം നമുക്ക് കൂടുതൽ ആരെ ഫോക്കസ് ചെയ്താൽ മതി? മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയെ ഫോക്കസ് ചെയ്താൽ മതി. ഇനി ഞാൻ പറഞ്ഞു ഒരു സൂപ്പർ 10 ഉണ്ടെന്നല്ലേ, വീഡിയോയുടെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു ഒരു സൂപ്പർ 10 ഉണ്ടെന്ന്. അതായത് ഇത്രയും ടോപ്പിക്കുകൾ ഇത്രയും സബ്ജക്ട്സിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു ഫോക്കസ് ഏരിയാസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷനിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒരു 10 ടോപ്പിക്കുകൾ, നമ്മൾ ഇത്രയും പറഞ്ഞതിനകത്തുനിന്ന് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒരു 10 ടോപ്പിക്കുകളെ കുറിച്ചുകൂടി ഞാൻ സൂപ്പർ 10 ആയിട്ട് പറയുകയാണ്. 1, കേരള ഭൂമിശാസ്ത്രത്തിൽ നദികളും കായലുകളും വന്യജീവി സങ്കേതങ്ങളും. കേരള ഭൂമിശാസ്ത്രത്തിൽ നെവർ സ്കിപ്പബിൾ എന്ന് നമ്മൾ പറയുന്ന സംഭവം നദികൾ, കായലുകൾ, വന്യജീവി സങ്കേതങ്ങൾ. കേരള നവോത്ഥാനത്തിലെ മുഖ്യ നേതാക്കൾ നമ്മൾ പറഞ്ഞ അയ്യാ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു മുതലായിട്ടുള്ളവര്. കേരള കലാരൂപങ്ങളെക്കുറിച്ചും സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും. സ്വാതന്ത്ര്യ സമരത്തിലെ ഗാന്ധിയൻ പ്രസ്ഥാനം നമ്മൾ പറഞ്ഞു അല്ലേ, ഗാന്ധിജി ഇല്ലാത്ത ഒരു ചോദ്യപേപ്പറും നമുക്ക് LGS ലെവലിലോ LDC ലെവലിലോ കാണാൻ പറ്റത്തില്ല. സോ ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങളെക്കുറിച്ച് നിർബന്ധമായിട്ടും പഠിക്കണം. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെക്കുറിച്ചും മൗലിക കടമകളെക്കുറിച്ചും നിങ്ങൾ നോൺ സ്കിപ്പബിൾ ആയിട്ടുള്ള സാധനമാണെന്ന് ഓർത്തു വെക്കുക. ആനുകാലികത്തിൽ കേരള സർക്കാർ പദ്ധതികൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ നമ്മൾ ബയോളജിയിലേക്ക് വരികയാണെങ്കിൽ മനുഷ്യ ശരീരവും അതുപോലെ ശരീരത്തിലെ വിവിധ വ്യവസ്ഥകളെ പറ്റി, ഇപ്പോൾ രക്തപര്യന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, ഇങ്ങനെയുള്ള വ്യവസ്ഥകളെ പറ്റിയിട്ട്, അതുപോലെ രോഗങ്ങൾ, രോഗകാരികളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. സൗരയൂഥവും അങ്ങനെ തന്നെയാണ്. പിന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഓൾറെഡി പറഞ്ഞതുപോലെ എല്ലാ ടോപ്പിക്കുകളും ഇൻക്ലൂഡഡ് ആണ്. എന്നാൽ പോലും ശതമാനവും ശരാശരിയും ലാഭനഷ്ടം
സമയം, ദൂരം, അതുപോലെ സംഖ്യാശ്രേണി, ഇത്രയും കാര്യങ്ങൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതായത് ഈ 10 ടോപ്പിക്കുകൾ നമ്മൾ പറഞ്ഞ ഫോക്കസ് ഏരിയയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാനായിട്ട് പറ്റില്ല. ഈ 10 ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു 40 to 50% മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഫോക്കസ് ഏരിയ പഠിച്ചാൽ സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് പറയാം, ഉറപ്പിച്ച് പറയാൻ പറ്റും 80%-ലധികം മാർക്ക് എന്തായാലും നിങ്ങൾ എക്സാമിന് സ്കോർ ചെയ്തിരിക്കും. സോ നമ്മൾ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി എങ്ങനെ പഠിക്കും, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങും, കടൽ പോലെ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോക്കസ് ഏരിയ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും നോട്ടുകളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. വീണ്ടും കാണാം. താങ്ക്